ഇന്ന് മോനിഷ മരിച്ച ദിവസമാണ്. ഇപ്പോൾ മോനിഷയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് വിനീത് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു മാലാഖയെ പോലെ സിനിമയിലേക്ക് വന്ന് അതുപോലെ ജീവിച്ച് വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട നടിയാണ് മോനിഷ. ആദ്യം അഭിനയിച്ച സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ മോനിഷ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയയായ നടിയായി വളർന്നു. 21 വയസ്സിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടമാണ് മോനിഷയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. ജീവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയിലെ മുൻനിര നായികയായി ഇന്നും നിറസാന്നിധ്യമായനെ. 1993 ഡിസംബർ 5 മോനിഷ അപകടത്തിൽപ്പെടുന്നത്. മോനിഷയെ അമ്മയെ സഞ്ചരിച്ചിരുന്ന അംബാസഡർ കാർ ഒരു KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മോനിഷയ്ക്കൊപ്പം കാർ ഡ്രൈവറും ആ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും മോനിഷയുടെ അമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് നടിയുടെ ഓർമ്മ ദിനത്തിൽ മോനിഷയെക്കുറിച്ചുള്ള രസകരമായ കഥകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. വിവാഹം കഴിക്കാനൊക്കെ ഏറെ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് മോനിഷ എന്നാണ് അമ്മ ശ്രീദേവി മുൻപ് പറഞ്ഞിരുന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള അവളുടെ സങ്കല്പങ്ങളും നടി കൂടിയായ ശ്രീദേവി പറഞ്ഞു. അതേസമയം മോനിഷയെ നടൻ വിനീത് വിവാഹിതരായി കാണാനായിരുന്നു മലയാളികൾ കൊതിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ മോനിഷയും വിനീതും നായകന്മാരെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നത് കൊണ്ടാണ് അത്തരമൊരു വാർത്തകൾക്ക് കാരണമായത്. എന്നാൽ ജീവിച്ചിരുന്നെങ്കിൽ മോനിഷ വിനീതിനെ തന്നെ വിവാഹം കഴിക്കുമായിരുന്നു എന്നാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയത്. ഇരുവരും തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും നേരിക്കണ്ടതിനെ പറ്റിയായിരുന്നു അഷ്റഫ് സംസാരിച്ചത്. മോനിഷയുടെ മരണം ഒരു ഡിപ് ഷോക്ക് ആയിരുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ വിനീത് പറഞ്ഞത്. ആ പ്രായത്തിലൊക്കെ അതുപോലൊരു വേർപാട് താങ്ങാനാകുമായിരുന്നില്ല. അതിന്റെ തലേ ദിവസം വരെ ഞാൻ മോനിഷയുടെ കൂടെ ഉണ്ടായിരുന്നു. കമലതളത്തിന്റെ 100ാം ദിവസം സെലിബ്രേഷൻ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഞാൻ. അന്ന് ശ്രീവിദ്യാമ്മയും മോനിഷയുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗൾഫ് പ്രോഗ്രാമിനെ കുറിച്ചാണ് മോനിഷ സംസാരിച്ചത്. അന്ന് ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് മോനിഷയും ഞാനും അമ്മയും കൂടി ചമ്പക്കുളം തച്ചൻ എന്ന സിനിമ കാണാൻ പോയി. മോനിഷ സ്കാർഫ് കൊണ്ട് മുഖമൊക്കെ മറച്ചു പിടിച്ചാണ് പോയത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ മസാലദോശ കഴിക്കുകയും ചെയ്തിട്ടാണ് പിരിയുന്നത്. പിറ്റേന്ന് ഗുരുവായൂരിലേക്ക് പോകുമെന്ന് മോനിഷയുടെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അന്ന് തന്നെ തലശ്ശേരിയിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും അടക്കം എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അമ്മയാണ് എൻ്റെ കയ്യിൽ പിടിച്ചു മോനെ നമ്മളെ വിട്ട് മോനിഷ പോയി എന്ന് പറയുന്നത്. അത് കേട്ട് എൻ്റെ ദേഹത്തോടെ തീ പോലെ എന്തോ പോകുന്നതായിട്ട് തോന്നി. അതിപ്പോഴും എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ടെന്ന് വിനീത് പറയുന്നു.